സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CBSE 8th സ്റ്റാൻഡേർഡിലുള്ള സെക്കൻഡ് ചാപ്റ്ററായ മൈക്രോ ഓർഗാനിസംസ് ഫ്രണ്ട്സ് ആൻഡ് ഫ്യോ എന്നുള്ള ചാപ്റ്ററാണ്. അതിൽ സബ് ടോപ്പിക്കായ നൈട്രജൻ സൈക്കിളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നൈട്രജൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും 78% ഗ്യാസ് ഫോമിലുള്ള അറ്റ്മോസ്ഫിയറിലുള്ളൊരു വാതകമാണ് നൈട്രജൻ എന്ന് പറയുന്നത്. അത് ഏതൊക്കെ വഴിയാണ് ഭൂമിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സോയിലിലേക്ക് വരുന്നതെന്ന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നത്. ലൈറ്റനിങ്, ബ്ലൂ ഗ്രീൻ ആൽഗെ, ലെഗുമിനസ് പ്ലാന്റ്സ് അതുപോലുള്ളത് അതിന് എക്സാമ്പിളാണ്. നൈട്രജൻ സൈക്കിൾ എന്ന് പറയുന്നത് നൈട്രജൻ്റെ ഫിക്സേഷൻ, ഡീനൈട്രിഫിക്കേഷൻ, അമോണിഫിക്കേഷൻ, നൈട്രിഫിക്കേഷൻ എന്നുള്ളൊരു സൈക്കിളാണ് നൈട്രജൻ സൈക്കിള്. അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഡയറക്റ്റായിട്ട് പ്ലാന്റ്സിനോ അനിമൽസിനോ കൺസ്യൂം ചെയ്യാനായിട്ട് പറ്റില്ല. അത് ബാക്ടീരിയാസോ ബ്ലൂ ഗ്രീൻ ആൽഗേസോ ആണ് അതിനെ കോമ്പൗണ്ട്സായിട്ട് സോയിലിൽ എത്തിക്കുന്നത്. സോയിലിൽ നിന്ന് പ്ലാന്റ്സ് റൂട്ട്സ് വഴി സ്വീകരിക്കുകയും പ്ലാന്റ്സിനെ തിന്നുന്ന അനിമൽസിന് ഈ കോമ്പൗണ്ട്സ് എത്തിച്ചേരുകയാണ് ചെയ്യണത്. Atmospheric nitrogen, nitrogen fixing bacteria, blue-green algae fix atmospheric nitrogen വഴി ബാക്ടീരിയാസിലോട്ട് എത്തും. ബാക്ടീരിയ ഇൻ ടേൺ ഫിക്സിങ് നൈട്രജൻ ഇൻറ്റു നൈട്രജസ് കോമ്പൗണ്ട്സ്. ബാക്ടീരിയാസ് നൈട്രജനെ കോമ്പൗണ്ടായിട്ട് ഫോം ചെയ്യിക്കും. മറ്റൊരു വേയാണ് ലൈറ്റനിങ് ഫിക്സ് നൈട്രജൻ. മിന്നൽ വഴി നൈട്രജൻ ഡയറക്റ്റായിട്ട് കോമ്പൗണ്ട്സ് ഓഫ് നൈട്രജൻ ഇൻ ദി സോയിലിലോട്ട് കോമ്പൗണ്ട്സായിട്ട് എത്തിച്ചേരുന്നു. ഇത് പ്ലാന്റ്സ് റൂട്ട്സ് വഴി കൺസ്യൂം ചെയ്യും. അപ്ടേക്ക് ബൈ പ്ലാന്റ്സ്. അനിമൽസ് ഈറ്റ് പ്ലാന്റ്സ്. അനിമൽസ് ഈ പ്ലാന്റ്സിനെ ഈറ്റ് ചെയ്യും. നൈട്രജസ് വേസ്റ്റ് ഫ്രം എക്സ്ക്രീഷൻ ആൻഡ് ഡെത്ത്. അനിമൽസിൻ്റെ എക്സ്ക്രീഷനോ അല്ലെങ്കിൽ ഡെത്ത് വഴി ബാക്ടീരിയാസും ഫംഗസും ഒക്കെ ഡീകോമ്പൗണ്ട് ചെയ്യും ഡെഡ് ബോഡി. അതുവഴി വീണ്ടും കോമ്പൗണ്ട്സ് ഓഫ് നൈട്രജൻ ഇൻ ദി സോയിൽ. ഈ സോയിലിലുള്ള കോമ്പൗണ്ട്സ് ബാക്ടീരിയാസ് ഗ്യാസ് ഫോമിലോട്ടാക്കും. ബാക്ടീരിയ ടേൺ കോമ്പൗണ്ട്സ് ഓഫ് നൈട്രജൻ ഇൻറ്റു ഗ്യാഷ്യസ് നൈട്രജൻ. ഗ്യാഷ്യസ് ഫോമിലോട്ടാക്കും. ഗ്യാഷ്യസ് ഫോമിൽ നിന്നാണ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ വീണ്ടും അറ്റ്മോസ്ഫിയറിലേക്ക് എത്തിച്ചേരുന്നത്. ഇതൊരു റീസൈക്ലിംഗ് ഫോമിലേക്ക് സൈക്ലിക്കായിട്ട് നൈട്രജൻ ഫോം ചെയ്യും. പീ പ്ലാന്റിലെ ലെഗുമിനസ് ബാക്ടീരിയാസും മറ്റും നൈട്രജൻ ഫിക്സേഷൻ്റെ ഒരു എക്സാമ്പിളാണ്. നൈട്രജൻ ഇതുപോലെ സൈക്ലിക്കായിട്ടാണ് അറ്റ്മോസ്ഫിയറിൽ സർവൈവ്. നൈട്രജൻ സൈക്കിളിൻ്റെ ഒരു പർട്ടിക്കുലാരിറ്റിയാണ് ബാക്ടീരിയാസിനോ ആൽഗേസിനോ മാത്രമേ നൈട്രജൻ റിസീവ് ചെയ്യാനും അവയ്ക്ക് മാത്രമേ റിസീവ് ചെയ്ത നൈട്രജനെ തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് വിടാനും പറ്റത്തുള്ളൂ. ഒരിക്കലും അനിമൽസിന് അല്ലെങ്കിൽ പ്ലാന്റ്സിനോ നൈട്രജനെ ഡയറക്റ്റായിട്ട് അറ്റ്മോസ്ഫിയറിൽ നിന്ന് അബ്സോർബ് ചെയ്യാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ഈ അബ്സോർബ് ചെയ്ത നൈട്രജനെ പുറത്തേക്ക് വിടാനും സാധിക്കില്ല. ഇവ നൈട്രജനെ സോയിലിൽ നിന്ന് പ്ലാന്റ്സ് റൂട്ട്സ് ഉപയോഗിച്ച് കൺസ്യൂം ചെയ്യാണ് ചെയ്യുന്നത്. ഈ കൺസ്യൂം ചെയ്ത നൈട്രജനെ പ്ലാന്റ്സ് സൂക്ഷിച്ചു വയ്ക്കും. ഈ സൂക്ഷിച്ചു വെച്ച നൈട്രജനെ അനിമൽസ് പ്ലാന്റ്സിനെ ഈറ്റ് ചെയ്യുമ്പോൾ അവയുടെ ശരീരത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അവയുടെ ഡീകോമ്പൗണ്ടൈസേഷൻ വഴി ഇത് വീണ്ടും ഭൂമിയിലേക്കോ അല്ലെങ്കിൽ സോയിലിലേക്കോ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഇതൊരു സൈക്ലിക് ഫോമിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നൈട്രജൻ സൈക്കിളിൻ്റെ പോർഷൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.